ലോക സാഹിത്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട രണ്ട് കൃതികളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ബോറിസ് പാസ്റ്റർനാക്കിന്റെ ഡോക്ടർ ഷിവാഗോ, രണ്ട് തസ്ലീമ നസ്രീന്റെ ലജ്ജ. ഇതൊരു സാഹിത്യം മാത്രമായിട്ടല്ല, അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ചുറ്റുപാടുകൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ്. വളരെയധികം വിവാദമാവുകയും ചെയ്യുന്ന, എല്ലാ അർത്ഥത്തിലും സംവാദം എന്ന രീതിയിൽ മാത്രമല്ല, വളരെയധികം വിവാദമാവുകയും ചെയ്തിട്ടുള്ള രണ്ട് നോവലുകൾ കൂടിയാണ്. പാസ്റ്റർനാക്കിന്റെ നോവലിനെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ തന്നെ അഡ്വക്കേറ്റ് രാജൻ സാർ സംസാരിക്കും. അതുപോലെ നോവൽ ലജ്ജയെ പറ്റിയും ശ്രീ രാജൻ പെരുമ്പുള്ളി, രണ്ടുപേരും രാജന്മാർ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. പ്രഭാഷകനായിട്ടും ലേഖകനായിട്ടും വിവർത്തകനായിട്ടും ഒക്കെ നമുക്ക് പരിചയമുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ടി രാജൻ സാറ്. അദ്ദേഹത്തെ ഡോക്ടർ ഷിവാഗോ എന്ന വിഖ്യാതമായ നോവൽ, ആ നോവലിന്റെ രാഷ്ട്രീയവും സാമൂഹികവും ചരിത്രപരവും കലാപരവുമായിട്ടുള്ള വ്യത്യസ്ത തലത്തിലുള്ള അതിന്റെ അവതരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. ആ നോവലിനെ പറ്റി സംസാരിക്കാനായിട്ട് രാജൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എവിടെ തുടങ്ങണം എന്നുള്ളൊരു വലിയ സംശയമുണ്ട്. അത്രയും ബൃഹത്തായ ഒരു സാഹിത്യ കൃതിയാണ്. അതിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും വളരെ വിശദമായിട്ട് തന്നെ രാജൻ സാറ് സംസാരിച്ചു. ഈ നോവല് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം, യൂറി ഷിവാഗോ ഒരു വ്യക്തമായിട്ട് ഒരു വാചകം അതിൽ പറയുന്നുണ്ട്. The private life is dead in Russia. History has killed it. എന്താണ് പ്രൈവറ്റ് ലൈഫ്, എന്താണ് ഹിസ്റ്ററി എന്നുള്ള വലിയ ചോദ്യം ഈ നോവല് നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതവും ഒരു സമൂഹത്തിന്റെ ജീവിതവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എത്രമാത്രമുണ്ട്, ഭരണകൂടത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം ഇടപെടലാം, അങ്ങനെയുള്ള ആധുനിക രാഷ്ട്രതന്ത്രത്തിന്റെ ഇന്ന് നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും അക്കാലത്ത് ആലോചിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഒരു വലിയ സാഹിത്യ സൃഷ്ടി നടത്തുകയും ഒരു സമൂഹത്തിന്റെ സമകാലികമായ അവസ്ഥയെ, അതിന്റെ യാഥാർത്ഥ്യത്തെ എത്രമാത്രം കൃത്യതയോടുകൂടി ലോകത്തിന് സമർപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവ് കൂടിയാണ് ബോറിസ് പാസ്റ്റർനാക്കിന്റെ ഷിവാഗോ എന്ന നോവൽ. പ്രത്യക്ഷത്തിൽ റഷ്യൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു പ്രണയ കാവ്യം എന്ന് വേണമെങ്കിൽ പറയാം. പ്രണയം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ നോവലിൽ. നോവലിന്റെ നായിക ലാറിസ ഫിയോറഡോവിന എന്ന് പറയുന്ന നായിക, ആ നായിക പിന്നീട് നമ്മൾ നോവൽ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അതൊരു മദർ റഷ്യയുടെ സിംബലായിട്ടാണ് ആ നോവലിൽ കാണപ്പെടുന്നത്. റഷ്യ എന്ന് പറയുന്നത് ബോറിസ് പാസ്റ്റർനാക്കിന് അദ്ദേഹത്തിന്റെ ജീവാത്മാവും പരമാത്മാവും തന്നെയായിരുന്നു. ആ സാഹചര്യത്തിൽ ലാറയുടെ സൃഷ്ടിയിൽ ആ ഒരു റഷ്യൻ ഇഥോസ് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബേസിക്കലി ബോറിസ് പാസ്റ്റർനാക്ക് ഒരു കവിയായിരുന്നു. ഈ നോവലിന്റെ അവസാന ഘട്ടം ലാറ പോയംസ് എന്ന് പറയുന്ന ഒരു 20 കവിതകൾ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. അത് പ്രത്യേകമായ കവിതകളല്ല, അത് ഈ നോവലിന്റെ ഭാഗം തന്നെയാണ് ആ കവിതകൾ. അതിൽ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ഹാംലെറ്റ് എന്ന കവിതയാണ്. അതിന്റെ 2 വേർഷൻസ് അദ്ദേഹം ആ നോവലിൽ പറയുന്നുണ്ട്. ആദ്യത്തെ കവിത ഒരു 2 സ്റ്റാൻസേ ഉള്ളൂ, 4 വരി വീതമുള്ള 2 സ്റ്റാൻസ. രണ്ടാമത്തത് പിന്നീട് വളരെയധികം വർഷങ്ങൾക്ക് ശേഷം എഴുതിയിട്ടുള്ള ഒന്നാണ്, അതിലൊരു 4 സ്റ്റാൻസയും കൂടെ തന്നെയുണ്ട്. പിന്നീട് ഈ കൃതികളെ പറ്റി പറയുമ്പോൾ ഷേക്സ്പിയർ ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഷേക്സ്പിയർ എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ലേഖനത്തിൽ ഈ ഹാംലെറ്റിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു ഉൾക്കാഴ്ചയോടുകൂടി തന്നെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഹാംലെറ്റ് ഈസ് നോട്ട് എ പ്ലേ ഓഫ് വീക്ക്നെസ്, ഇറ്റ് ഈസ് എ പ്ലേ ഓഫ് ഡ്യൂട്ടി ആൻഡ് സെൽഫ് സാക്രിഫൈസ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു സെൽഫ് സാക്രിഫൈസ് ആണ് യഥാർത്ഥത്തിൽ യൂറി ഷിവാഗോ, ആ കഥാപാത്രത്തിന്റെ സൃഷ്ടിയിൽ ഈ ഒരു ഹാംലെറ്റിന്റെ സ്വാധീനം വന്നിട്ടുണ്ട്. അങ്ങനെ സെൽഫ് സാക്രിഫൈസ് ആണ് ഈ പറയുന്ന
യൂറി ഷിവാഗോയിൽ നടത്തുന്നത്. പല അർത്ഥത്തിലുണ്ട്. നമ്മൾ വ്യക്തിജീവിതം, സാമൂഹ്യ ജീവിതം എന്ന് പറയുന്ന രണ്ട് ദ്വന്ദ്ങ്ങൾ എപ്പോഴും സമൂഹ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. വ്യക്തിയാണോ പ്രധാനം അല്ലെങ്കിൽ സമൂഹമാണോ പ്രധാനം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ റഷ്യയുടെ അന്നത്തെ വളരെ ഒരു ടർബുലന്റ് ആയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ, ഇളകി പറയുന്ന ഒരു സാഹചര്യത്തിൽ 1905 മുതൽ രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്നത് വരെയുള്ള ഒരു സംഭവബഹലമായ ഒരു കാലഘട്ടം റഷ്യയുടെ വ്യക്തി ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും വളരെയധികം സ്വാധീനിച്ചുകൊണ്ടാണ്. 1905 റഷ്യയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക ദുരന്തം എന്ന് പറയുന്നത് റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഒരു ഏഷ്യൻ രാജ്യം ഒരു യൂറോപ്യൻ രാജ്യത്തെ പരാജയപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു റഷ്യക്കാരന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതിനെ തുടർന്നാണ് ഫാദർ ഗ്യാപ്പന്റെ നേതൃത്വത്തിലും റഷ്യയുടെ ഭരണത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന് കരുതിയിട്ടുള്ള ഒരു പ്രമേയമായിട്ട് പോകുന്നതും അദ്ദേഹത്തെ ഒരു ബ്ലഡി സൺഡേ ആ ഒരു വലിയ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു പശ്ചാത്തലം അത് തന്നെയാണ്. ഈ റഷ്യൻ പശ്ചാത്തലത്തില് റഷ്യയുടെ സാമൂഹികമായ ജീവിതം, അന്നത്തെ റഷ്യൻ സാർ ചക്രവർത്തിമാരുടെ ജീവിതം ധാരാളം സ്ഥലമുണ്ട്. ബേസിക്കലി അതൊരു ഒരു അഗ്രേറിയൻ സൊസൈറ്റിയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സൊസൈറ്റിയാണ്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ സമ്പത്തിന്റെ വഴിത്തട്ടിൽ വളരെയധികം സന്തോഷകരമായ ആർഭാടകരമായ ഒരു ജീവിതം നയിക്കുമ്പോൾ മറുഭാഗത്ത് കർഷകർ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും സംഘർഷം, ദാരിദ്ര്യം നിലനിൽക്കുന്ന സമൂഹത്തിലാണ് വിപ്ലവം ഏറ്റവും പെട്ടെന്നുണ്ടാകുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ വിപ്ലവത്തിന്റെ ഒരു അലയൊലികള് 1905 ശേഷമുള്ള 1-2 റെയിൽവേ പണിമുടക്കിലൂടെ ഒക്കെ റഷ്യയിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. അതിനെ തുടർന്ന് ഡ്യൂമ സ്ഥാപിക്കുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂമ എടുക്കുന്ന ഏത് തീരുമാനവും റദ്ദാക്കാനുള്ള അധികാരം ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. സോ ഇൻ എഫക്ട് പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ലാതിരുന്ന ഒന്നായിരുന്നു. അവിടെ നിന്ന് പിന്നീട് രാഷ്ട്രീയം ആകപ്പാടെ മാറുകയും 1-ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ജർമ്മനിയുമായിട്ടുള്ള അതിർത്തി, ജർമ്മനിയുമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ ട്രഞ്ച് 900 കിലോമീറ്റർ നീളമുള്ള ഒരു ട്രഞ്ചാണ്. ഈ ട്രഞ്ചിലേക്കാണ് ആൾക്കാർ ഇറങ്ങുന്നത്. അവർക്ക് വസ്ത്രമില്ല, അവർക്ക് ഭക്ഷണമില്ല, അവരുടെ ബൂട്ടുകൾ. അപ്പൊ ആദ്യമായിട്ട് യുദ്ധത്തിന് പോകുന്ന ആൾക്കാരെ യാത്ര അയക്കുന്ന മനോഹരമായ ഒരു രംഗമാണ് നോവലിലുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രധാന കഥാപാത്രം യൂറി ഷിവാഗോയുടെ അർദ്ധ സഹോദരനായിട്ടുള്ള യവ്ഗ്രാഫ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അദ്ദേഹം പറയുന്നുണ്ട്, റഷ്യ യുദ്ധം ജയിക്കണമെന്നാണ് റഷ്യക്കാരുടെ ആഗ്രഹം, പക്ഷെ ഞങ്ങൾ ബോൾഷെവിക്കുകളുടെ ആഗ്രഹം റഷ്യ പരാജയപ്പെടണമെന്നാണ്. എങ്കിൽ മാത്രമേ യുദ്ധത്തിൽ നമുക്ക് വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം യുദ്ധത്തിലേക്ക് പോകുന്നു. പിന്നീട് പാർട്ടിയിൽ ഉയർന്ന ഒരു വലിയ നേതാവായി മാറുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ, സങ്കീർണമായ കഥാപാത്രങ്ങളും അതിൽ സങ്കീർണമായിട്ടുള്ള കഥാപാത്ര സന്ദർഭങ്ങൾ. ഈ നോവൽ വായിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യം തൊട്ട് മരണത്തിലാണ് ഈ നോവൽ തുടങ്ങുന്നത്. യൂറി ഷിവാഗോയുടെ അമ്മ മരിക്കുന്നതിലാണ് ഈ നോവൽ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നോവൽ തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു കുറെ പേജുകൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വിരസമായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണമാണ്. കാര്യം റഷ്യയുടെ പ്രകൃതി ഇതിൽ വളരെയധികം, റഷ്യൻ പ്രകൃതി പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. പിന്നീട് ഇദ്ദേഹം ലാറെ പറ്റി എഴുതുമ്പോൾ, ഈ കവിതകൾ എഴുതുമ്പോൾ അതിന് പ്രചോദനമാകുന്നത് ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതി വർണ്ണനകൾ അത് റഷ്യയുടെ അന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് സോഷ്യൽ റിയലിസത്തിന് വിരുദ്ധമായിരുന്നു എന്നുള്ളതുകൊണ്ട് 1932 ജോസഫ് സ്റ്റാലിൻ പറയുന്നത് സോഷ്യലിസ്റ്റ് റിയലിസം ആയിരിക്കണം റഷ്യയുടെ സാഹിത്യത്തിന്റെ ഔദ്യോഗിക മുദ്ര എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം പ്രതിവിപ്ലവമായിട്ട് മുദ്രകുത്തപ്പെടുകയും ചെയ്യും. ഒരു എഴുത്തുകാരനെ ഒരു അധികാര സ്ഥാപനത്തിന് എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും, അദ്ദേഹത്തെ എത്രമാത്രം നിശബ്ദനാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഭയം സർവ്വവ്യാപിയായ ഒരു വികാരമാണ്. അത് ഏതൊരു അധികാരവും അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ കൃതിയുടെ പശ്ചാത്തലത്തിലും ഭയം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗം വഹിക്കുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ നോവൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നോവൽ അവസാന ഭാഗത്ത് യൂറി ഷിവാഗോയും സ്ട്രെല്ലിക്കോവ് എന്ന് പറഞ്ഞാൽ ലാറയുടെ ഭർത്താവായിരുന്ന പാഷ ആന്റിക്കോവ്. അദ്ദേഹം പിന്നീട് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു.
യുറാച്ചനില്. പിന്നീട് വിപ്ലവം വരുമ്പോൾ, യുദ്ധത്തിൽ പോവുകയും ആ യുദ്ധത്തിൽ പരിക്കേറ്റ് കുറെ കാലം ജർമ്മൻ തടവുകാരനായി മാറുകയും അവിടുന്ന് രക്ഷപ്പെട്ട് രണ്ടാമത് വന്ന് പിന്നീട് 1917 വിപ്ലവത്തിന് ശേഷം അദ്ദേഹം ഒരു വലിയ വിപ്ലവകാരിയായി മാറുകയും ചെയ്യുന്നു. ഒരു സാധാരണ അധ്യാപകരിൽ നിന്ന്, സ്നേഹനിധിയായിട്ടുള്ള ഒരു ഭർത്താവിൽ നിന്ന്, ഒരു അക്ഷരിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാറ്റമാണ് ഈ നോവലിൽ ഒരു കഥാപാത്രത്തിൽ സംഭവിക്കുന്നത്. ഏറ്റവും വേണമെങ്കിൽ പറയാൻ ഒരു ക്രൂരമായ മാറ്റമാണ്. സ്ട്രെൽനിക്കോവ് എന്ന് പറയുന്ന ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു ബോൾഷെവിക് നേതാവായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. കൃത്യതയാണ്. അദ്ദേഹത്തിന്റെ യാത്രയെ പറ്റി നേരത്തെ രാജൻ സാർ സൂചിപ്പിച്ചു. മോസ്കോയിൽ നിന്ന് യൂറിയാറ്റിലേക്കുള്ള ഒരു യാത്ര ഒരു ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്, അവിടെയെല്ലാം പ്രതിവിപ്ലവകാരികൾ കൂടുതലുള്ളത് കൊണ്ട് ആ റൂട്ടൊന്ന് മാറ്റി വാരണീക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. അവിടെ പോകുന്ന വഴിക്ക് ഈ സ്ട്രെൽനിക്കോവിനെ യാദൃച്ഛികമായിട്ട് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ട്രെയിൻ വളരെ കൃത്യമായ സമയത്ത് വളരെ കൃത്യതയോടെ തന്നെയാണ് പോകുന്നത്. ഇവര് യാത്രയിൽ പോകുമ്പോൾ മിൻസ്ക് എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് ഒരു ഗ്രാമം മുഴുവൻ ചുട്ടരിച്ചിട്ടിരിക്കുക. പിന്നീട് ട്രെയിൻ കുറച്ചു നേരം നിർത്തുമ്പോൾ യൂറി, അദ്ദേഹം ഒരു കവിയാണ്, കാൽപ്പനികമായ ഒരു ജീവിതമാണുള്ളത്. ആ കാൽപ്പനികമായിട്ടുള്ള സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നേരെ ചെന്ന് വീഴുന്നത് മറ്റൊരു ട്രാക്കിലേക്കാണ്. അവിടെയാണ് സ്ട്രെൽനിക്കോവിന്റെ ട്രെയിൻ കടന്നിരുന്നത്. അവിടെ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ വെച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ദ പ്രൈവറ്റ് ലൈഫ് ഈസ് ഡെഡ് ഇൻ റഷ്യ, ഹിസ്റ്ററി ഹാസ് കിൽഡ് ഇറ്റ് എന്നുള്ള ഒരു സംഭാഷണം ഈ നോവലിനെ മൊത്തത്തിൽ നിർവചിക്കുന്ന ആ ഒരു സംഭാഷണം വരുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ സ്ട്രെൽനിക്കോവിനോട് യൂറി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അറിയാം. എങ്ങനെ അറിയാം? അന്നത്തെ ക്രിസ്മസ് വൈകുന്നേരം ആ പാർട്ടിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങളുണ്ടായിരുന്നു അവിടെ. ഈ നോവലിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവിടെ. ലാറയുടെ അമ്മയുടെ കാമുകനായിരുന്നു വിക്ടർ കൊമറോവ്സ്കി. അദ്ദേഹം അതേ സമയത്ത് ലാറയിലും ഒരു കണ്ണുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മകളെ അദ്ദേഹം സെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ അവസ്ഥയിൽ ലാറയ്ക്ക് 16 വയസ്സേ ഉള്ളൂ. ആ ലാറയ്ക്ക് ഓർക്കണം. അപ്പോൾ അദ്ദേഹം കാമുകനായ ആന്റിപ്പോ വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ലാറയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചൊരു തോക്ക്, ആ തോക്ക് കൊണ്ടുപോയിട്ട് അന്നത്തെ ആ പരിപാടിയിൽ വെച്ചു കൊമറോവ്സ്കിയെ കൊല്ലണമെന്നായിരുന്നു ലാറയുടെ ആഗ്രഹം. ആ പരിപാടിയിൽ പ്രഭുക്കന്മാരുടെ ആർഭാട പൂർണ്ണമായിട്ടുള്ള ആ ഒരു പരിപാടിയിൽ ലാറ വെടിവെക്കുന്നുണ്ട്. പക്ഷെ കൊമറോവ്സ്കി അല്ല വെടികൊള്ളുന്നത്, അവിടുത്തെ ഒരു കൗൺസിലറിനാണ് വെടികൊള്ളുന്നത്. സിനിമയിൽ അത് കൊമറോവ്സ്കിക്കാണ്. ഡേവിഡ് ലീ അങ്ങനെയാണ് ചിത്രീകരിച്ചത്. അദ്ദേഹത്തിന്റെ കൈവിരലിലാണ് വെടികൊള്ളുന്നത് എന്നാണ് ചിത്രീകരിച്ചിരുന്നെങ്കിലും നോവലിൽ ആ വെടിയേൽക്കുന്നത് ഒരു കൗൺസിലറിനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മൂലം ആ ഒരു കേസ് ഒതുക്കുന്നുണ്ട്. പക്ഷെ എന്നേക്കുമായിട്ട് ലാറ കൊമറോവ്സ്കിയുടെ അടിമയായിട്ട് മാറും എന്നുള്ളതാണ്. ഈ കൊമറോവ്സ്കിയുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകത, അദ്ദേഹം റഷ്യൻ സാർ ചക്രവർത്തി ഭരിക്കുമ്പോഴും പിന്നീട് വിപ്ലവത്തിന്റെ സമയത്തും പിന്നീട് പ്രതിവിപ്ലവത്തിന്റെ സമയത്തും റഷ്യയുടെ ആഭ്യന്തര കലാപത്തിലും പിന്നീട് ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുക്കുമ്പോഴും എല്ലാം ഇദ്ദേഹം ആ അധികാരത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അവർക്ക് അധികാരം ആരെ ഭരിച്ചു കഴിഞ്ഞാലും ശരി. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ വിപ്ലവം ഉണ്ടാക്കുന്നില്ല, ഐ സർവൈവ് റെവല്യൂഷൻ എന്ന് കൊമറോവ്സ്കി പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഈ കൊമറോവ്സ്കി തന്നെയാണ് അധികാരത്തിന്റെ പല ഘടനയിലും സഹായിക്കാനെന്ന വ്യാജന കടന്നു വന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് കയറുന്നത്. കുടുംബ ബന്ധത്തിന്റെ തകർച്ചയെ പറ്റി വളരെ വ്യക്തമായിട്ട് ഈ നോവലിൽ ഒരു സൂചന നൽകുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ ഒരു സാമൂഹിക ക്രമത്തിൽ നിന്ന് മറ്റൊരു ക്രമത്തിലേക്കുള്ള ഒരു യാത്രയിൽ എങ്ങനെയാണ് കുടുംബം തകരുന്നത് എന്നുള്ളതിനെ പറ്റി. ഇപ്പൊ നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് അതിലേക്ക് പുറമേ നിന്നുള്ള ആൾക്കാർ വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള യൂറി ഷിവാഗോ ഡോക്ടറാണ്. അദ്ദേഹം ഒരേ സമയത്ത് ഡോക്ടറാണ്, ഒരേ സമയത്ത് കവിയുമാണ്. അദ്ദേഹം രോഗികളെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് ഭൗതികമായ ശാരീരികമായ സുഖം നൽകുകയും ചെയ്യുന്നു. അതേപോലെ അദ്ദേഹം കവിതകൾ എഴുതുന്നു, ആ കവിതയിൽ ഒരു ആത്മീയമായ സുഖം കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേ സമയം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു തലത്തിലേക്ക് യൂറി ഷിവാഗോ മാറുന്നു. അദ്ദേഹം 1ാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം വോളണ്ടറി സർവീസിലേക്ക് പോകുന്നുണ്ട്. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കപ്പെടാൻ കാരണം ഇതിനു മുമ്പ് ഒരു കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞ് അതിനുശേഷം ആ രീതിയിൽ അദ്ദേഹം പോകുന്നുണ്ട്. അവിടെ അദ്ദേഹം ചെല്ലുന്നു.
പിന്നീട് ഈ വിപ്ലവത്തിന് ശേഷം തിരിച്ച് തന്റെ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കാണുന്നത് തന്റെ വലിയ വീട്, കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീട്ടില് 13 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. സ്വന്തം വീട്ടിൽ അദ്ദേഹം ഒരു അതിഥി എന്ന് പറയാൻ പറ്റത്തില്ല, അവിടുത്തെ ആ ഒരു ഹൗസിംഗ് കോളനി, പാർട്ടി ഭരിക്കുന്ന ഹൗസിംഗ് കോളനിയുടെ ഔദാര്യത്തിൽ മാത്രം ഒരു 2 മുറിയിലേക്ക് മാറി താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. ഭക്ഷണമില്ല, വസ്ത്രമില്ല, വിറകില്ല, ഒരു തണുപ്പുകാലം വരുന്നുണ്ട്, മഞ്ഞുകാലം വരുന്നുണ്ട്. റഷ്യൻ വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ റഷ്യൻ വിന്ററിലേക്ക് അവർക്ക് ചൂടാക്കാൻ, ആ സ്റ്റൗ ചൂടാക്കാൻ വേണ്ടിയുള്ള വിറകില്ല. യൂറി ഷിവാഗോ പ്രഭുവായിരുന്ന മനുഷ്യൻ രാത്രിയിൽ ഇറങ്ങിപ്പോയിട്ട് ഒരു വീടിന്റെ കുറച്ച് ദൂരം പോയിട്ട് ഈ വേലി, അതിൽ നിന്ന് വിറക് പൊളിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വലിയ ഓവർകോട്ടിനടിയിൽ കള്ളക്കടത്ത് സാധനം കൊണ്ടുപോകുന്നതെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ പാർട്ടി അധികാരികൾ അത് വന്ന് അദ്ദേഹം ചെയ്തത് അത് എതിർപ്പാണ്. വാക്കുകളുണ്ടല്ലോ, ആന്റി റെവല്യൂഷൻ, പ്രതിവിപ്ലവമാണ്. പ്രതിവിപ്ലവം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ യു ആർ ലയബിൾ ടു ബി കിൽഡ് വിത്തൗട്ട് എനി ട്രയൽ. അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരനായിട്ടുള്ള യെവ്ഗ്രാഫ് വരുന്നത്. അദ്ദേഹം അവിടുത്തെ നേതാവാണ്. അദ്ദേഹം വന്നിട്ട് യൂറിയുടെ മുറിയിലേക്ക് പോകുന്നു, ബാക്കിയുള്ളവരെല്ലാം പുറത്താക്കിയിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു. ആ സമയത്ത് യൂറി ഷിവാഗോയുടെ കൃതികൾ പുറത്തു വന്നിട്ടുണ്ട്, കവിതകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കവിതകൾ എടുത്ത് കാണിക്കുന്നു. അവിടെ ഈ വ്യക്തിയുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രകൃതിയുടെ വർണ്ണന, ആത്മീയമായ ചില തലങ്ങൾ, ഇതൊക്കെ ആന്റി നാഷണലാണ്, രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോഴവിടെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഇടപെടലുകളെ പറ്റി, വ്യക്തിയും കുടുംബവും തമ്മിലുള്ള ഇടപെടലുകളെ പറ്റി, ഒരു വ്യക്തിയുടെ ആത്മാവിഷ്കാരത്തിന്റെ സാധ്യതകളെ പറ്റി ഒക്കെ എല്ലാം ശരിയാണ്. നിങ്ങൾ പറയുമ്പോൾ ഒരു വ്യക്തി എന്നതെല്ലാം ശരിയാണ്. പക്ഷെ രാഷ്ട്രത്തിന്റെ എല്ലാം ഇതിനു വേണ്ടിയാണ്, എല്ലാം ഫോർ ദ പീപ്പിൾ, ഫോർ ദ പബ്ലിക്, ഫോർ ദ നേഷൻ, ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ, എല്ലാം അതിന് തന്നെയാണ്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദ പ്രോസസ് വിൽ നെവർ എൻഡ്. ഒരിക്കലും ആ പ്രക്രിയ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആ സംഘർഷത്തിലേക്ക് വരുന്നു, ആ സംഘർഷത്തിന്റെ പല തലങ്ങളിലേക്ക് വരുന്നു. ഭക്ഷണം ഇല്ലാതായിട്ട് വരുന്നുണ്ട്, വിറകില്ലാതായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ നന്മ എന്ത് കിട്ടും എന്നുള്ളത് അതില്ല. അതൊരു ലക്ഷ്യമല്ല, അതൊരു മാർഗമാണ്, അനന്തമായിട്ടുള്ള ഒരു മാർഗമാണ്. എന്നാൽ അതേ സമയത്ത് അധികാരികൾ, അധികാരത്തിന്റെ ഉയർന്ന മേഖലയിലുള്ളവരെല്ലാം അവരുടേതായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ വൈരുദ്ധ്യം ഏറ്റവും കൂടുതൽ ആ നോവലിൽ പ്രകടമാകുന്നത്. ഇത് തന്നെയായിരുന്നു ആ നോവൽ റഷ്യയിൽ നിരോധിക്കാനും, ഈ നോവൽ എന്താണ് റഷ്യയിൽ നടക്കുന്നത് എന്ന് ലോകത്തിന് മുമ്പിൽ ഇദ്ദേഹം പറഞ്ഞത്. അത് അവിടെയുള്ള അയൽ കർട്ടൻ, അല്ലെങ്കിൽ അതിനകത്തെല്ലാം വളരെ ഇതായിരുന്നു എന്നാണ് പറയുന്നത്. ഓൾ ഈസ് ക്വയറ്റ് ഇൻ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ റഷ്യയിലല്ല. നമ്മളൊക്കെ എത്ര വളരെ സുലഭമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ റഷ്യയിലേക്ക് നോക്കൂ. സാംബശിവന്റെ കഥാപ്രസംഗമൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ആ പറഞ്ഞ കഥയില്, അനീസ എന്ന് പറഞ്ഞ ആ ഒരു കഥയില് അദ്ദേഹം പറയുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ടോൾസ്റ്റോയുടെ ഒരു കൃതിയാണ്, റിസറക്ഷൻ എന്ന് പറഞ്ഞൊരു കൃതിയാണ്. അത് ആ കൃതി റഷ്യയിൽ നിരോധിച്ചു. അപ്പോൾ ആൾക്കാർ അതിനെ പകർത്തി എഴുതിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് വായിച്ച ആൾക്കാർക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ഓരോ കൃതി എഴുതുമ്പോഴും ചക്രവർത്തിക്ക് തോന്നുന്നു തന്റെ സിംഹാസനത്തിന്റെ കാലുകൾ ഇളകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട്, അതുകൊണ്ട് ആണ് ഈ കൃതി ഇത് നിരോധിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അതിൽ കൂടുതലായിട്ട് അടിച്ചമാത്രം റഷ്യയിൽ നടക്കുന്നുള്ള കാര്യം പാവം സാംബശിവൻ അറിയുന്നില്ല. അത് അദ്ദേഹം മാത്രമല്ല, പുറമെ ഒന്നും അറിയുന്നില്ല. 1953 സ്റ്റാലിന്റെ മരണശേഷം 54 അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്ന നികിത ക്രൂഷ്ചേവ് റഷ്യൻ പാർലമെന്റിൽ പാർട്ടിയിൽ നടത്തിയിട്ടുള്ള THW, വാക്കിന്റെ അർത്ഥം മഞ്ഞുരുക്കം തന്നെയാണ്. അതിലാണ് സ്റ്റാലിനിസത്തിന്റെ ക്രൂരതകളെ പറ്റി ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്. വളരെ രഹസ്യമായിട്ട് ഈ പാർട്ടി കമ്മിറ്റിയിൽ നടത്തിയ പ്രസംഗമാണെങ്കിൽ അത് ലോകം മുഴുവൻ വ്യാപിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ ഏറ്റവും വലിയ രഹസ്യമായിട്ട് പറയുന്നതായിരിക്കുമല്ലോ എല്ലാവരും എല്ലാം എത്തുന്നത്. അങ്ങനെ രഹസ്യമായിട്ട്, അല്ലെങ്കിൽ റഷ്യയിലെ ആ ഒരു നിയന്ത്രണത്തിന് വിളവ് വരുന്നു എന്ന് കരുതിയിട്ടാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അന്നൊരു ചെറിയ ജനാധിപത്യ രീതിയിലേക്ക് പോയത്. ഹംഗറിയുടെയും പോളണ്ടിന്റെയും ഒക്കെ സമരങ്ങൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. പോളണ്ടിനെ പറ്റി അക്ഷരം കണ്ടത് എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. അതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അത് വളരെ കൂടുതലായിട്ട് ആ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയായിരുന്നു ചെയ്തത്. 1957 ഇറ്റാലിയൻ ഒരു റഷ്യൻ നോവല്
ബോറിസ് പാസ്റ്റർനാക്ക് എന്ന റഷ്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന കവിയുടെ നോവൽ, അത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. ദി ലൈവ്സ് ഓഫ് ലൂവേഴ്സ് എന്നുള്ള ആദ്യത്തെ നോവല്, അതിന്റെ ആദ്യത്തെ ഒരു ഘട്ടം മാത്രം അത് ഗദ്യകവിയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് സ്റ്റെപ്റ്റോസ്കി എന്ന് പറയുന്ന ഒരു നോവൽ റിട്ടൺ ഇൻ വേഴ്സസ്, പദ്യരൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു നോവൽ ആയിരുന്നു. പിന്നീട് വരുന്നതാണ് ഈ പറയുന്ന ഡോക്ടർ ശിവാഗോ. 1946 മുതൽ 56 വരെയുള്ള 10 വർഷം കൊണ്ടാണ് അദ്ദേഹം ആ നോവൽ എഴുതിയത്. ഇതിന്റെ ഒരു ഘടന, അതിന്റെ ആ ഒരു തീം വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ നോവൽ പ്രസിദ്ധീകരിച്ചു. അടുത്ത വർഷം തന്നെ അദ്ദേഹത്തിന് അതിനുള്ള ഒരു നോബൽ പ്രൈസ് കിട്ടി. ആ നോബൽ പ്രൈസിൽ പറയുന്നത് in recognition to the lyrical contributions of Pasternak and in following the epic tradition of Russia. ഇതായിരുന്നു ആ നോബൽ കമ്മിറ്റിയുടെ സൈറ്റേഷൻ. അദ്ദേഹം കൊടുത്ത മറുപടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ക്ലാസിക് മറുപടിയാണ്. immensely grateful, touched, proud, astonished, abashed. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറുപടി. ഇപ്പൊ നോവലിന്റെ പ്രസിദ്ധീകരണത്തെ പറ്റിയൊക്കെ രാജൻ സാർ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് തന്നെ. ഈ നോവലിന്റെ പ്രതി അവിടെ ചെന്നപ്പോഴത്തേക്കിന് പ്രസിദ്ധീകരിക്കരുതെന്നുള്ളൊരു കാര്യം വന്നു. അന്നത്തെ റൈറ്റേഴ്സ് യൂണിയന്റെ നേതാവ് സുർക്കോ നേരിട്ട് ചെന്ന് പറഞ്ഞു, കത്തെഴുതി ഇല്ല, നേരിട്ട് ചെന്ന് പറഞ്ഞു, എന്നിട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന് പറഞ്ഞു. അത്രയധികം പ്രശ്നമായിരുന്നു. അവരത് പ്രസിദ്ധീകരിച്ചു. അടുത്ത വർഷം നോബൽ പ്രൈസ് കിട്ടുന്നു. പിറ്റേ ദിവസം 88 ഒക്ടോബർ 23-നാണ് ഈ നോബൽ പ്രൈസിന്റെ ഡിക്ലറേഷൻ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ മോസ്കോയിലെ റൈറ്റേഴ്സ് യൂണിയന്റെ നേതാവ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരമാണ് അദ്ദേഹം തിരിച്ചതിന് മറുപടി അയക്കുന്നത്. പിറ്റേ അവിടുത്തെ പത്രത്തിൽ സ്ഥിരം പരിപാടി തുടങ്ങി. അദ്ദേഹം ദേശവിരുദ്ധനാണ്, രാഷ്ട്രവിരുദ്ധനാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കഴിച്ചു. പിന്നീട് വലിയ സമ്മർദ്ദം ഉണ്ടായി. നിങ്ങളിത് പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് പ്രാവുത എന്ന് പറയുന്ന റഷ്യയുടെ ഒഫീഷ്യൽ പത്രത്തിലും ഈ പറയുന്ന ഒരു ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരുന്നു. 3-ാം ദിവസമായപ്പോഴത്തേക്കും റഷ്യയിലെ 800ഓളം എഴുത്തുകാർ റൈറ്റേഴ്സ് യൂണിയനിൽ ഇദ്ദേഹത്തെ അപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ റൈറ്റേഴ്സ് യൂണിയനിൽ നിന്ന് പുറത്താക്കി. റൈറ്റേഴ്സ് യൂണിയനിൽ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു കൃതിയും പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, വരുമാനമില്ല, ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. പിറ്റേ ദിവസമാണ് 800 എഴുത്തുകാർ ഉൾപ്പെട്ട ഒരു പരാതി അവിടെ ചെല്ലുന്നത്. അദ്ദേഹത്തെ റഷ്യൻ സിറ്റിസൺഷിപ്പ് അദ്ദേഹത്തിന്റെ പുറത്താക്കണമെന്ന് പറഞ്ഞു. പിന്നീടാണ് അദ്ദേഹം അതിനൊരു മറുപടി നിർബന്ധം നേടിയിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ്. ഇൻ വ്യൂ ഓഫ് ദി മീനിങ് അണ്ടർസ്റ്റുഡ് ബൈ ദ പീപ്പിൾ വേർ ഐ ലീവ്, ഐ ആം കമ്പൽഡ് ടു ഡിനൈ ദിസ് അവാർഡ്. ഡോണ്ട് ഫീൽ എനി ഈവിൽ ടു മീ അവാർഡ്. ഇത് ആദ്യത്തെ കാലം പ്രശ്നമാണ്. That means he shifted the whole responsibility to the Russian government. പിന്നീട് ഇതിൽ വലിയ പ്രശ്നമായി. പക്ഷെ ലോകം മുഴുവൻ ഇതിനെപ്പറ്റി അറിയുകയും 1960 അദ്ദേഹം വരികയും ചെയ്യുന്നു. 88 അദ്ദേഹത്തിന്റെ മകൻ നോബൽ പ്രൈസ് സ്വീകരിക്കുന്നു. ഇന്ന് ഈ കൃതി 89 ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്കയൊക്കെ വരുന്നു. ആ കൃതി റഷ്യയിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇന്ന് അത് സ്കൂളുകളിലും കോളേജുകളിലും ഈ കൃതി പാഠ്യവിഷയമാണ്. പ്രധാനപ്പെട്ട ചോദ്യം, അധികാരത്തിന് എഴുത്തിനെ തടയാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇത്. അത് ഏത് അധികാരമായാലും, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഏത് വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. വിപ്ലവം അതിന്റെ മക്കളെ കൊന്നു തിന്നുന്നു എന്ന് എഴുതിയത് റഷ്യക്കാരൻ തന്നെയാണ്, ട്രോട്സ്കിയാണ് എഴുതിയത്. ദ റവല്യൂഷൻ ബിട്രേഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. ശരിക്കും ലെനിന് ശേഷം അധികാരത്തിൽ എത്തേണ്ടിയിരുന്നയാണ് ട്രോട്സ്കിയാണ്. സ്റ്റാലിനും പിന്നെ 2 പേരും, 4 പേരായിരുന്നു പാർട്ടിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പദവിയിൽ. മറ്റ് 2 പേരും സ്റ്റാലിനും കൂടെ ചേർന്നിട്ടാണ് ട്രോട്സ്കി അവിടുന്ന് മാറ്റുന്നത്. പക്ഷെ അദ്ദേഹം എഴുതിയ കാര്യങ്ങളൊക്കെ ഒരു പ്രവചനം പോലെയായിരുന്നു. റഷ്യയുടെ പതനം പോലും അതിലേക്ക് വന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ നോവലിന്റെ പ്രധാനപ്പെട്ട ഈ ഘടകങ്ങളിലേക്ക്, വ്യക്തിജീവിതം, കുടുംബജീവിതം, സമൂഹ ജീവിതം, ഇതിലേക്കൊക്കെ ഈ നോവലിൽ ഏറ്റവും ഒരു ടച്ചിങ് ആയിട്ട് പറഞ്ഞത് ഈ അവസാന ഘട്ടത്തിലേക്ക് യൂറിയും ഡോക്ടർ ശിവാഗോയും ഈ സ്ട്രെല്ലിക്കോവായി മാറിയ പഴയ സുഹൃത്ത് ആന്റിപ്പോവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അത് അദ്ദേഹം ഏറ്റുപറഞ്ഞു. ഇതും മറ്റൊരു കാരണം കൂടിയാണ്. വിപ്ലവം എന്തായിരുന്നു എന്നുള്ളത് എത്ര അധികം കാര്യം അദ്ദേഹത്തിന്റെ പുറകിൽ ആ വാറണ്ടുണ്ട്. അതിവിപ്ലവകാരി എന്ന് പറഞ്ഞുകൊണ്ട് പഴയ സഹപ്രവർത്തകനായ പാഷ ആന്റിപ്പോവ്, ഇപ്പോൾ സ്ട്രെല്ലിക്കോവ് എന്ന ഏറ്റവും ക്രൂരനായ
ആ ഒരു പട്ടാള മേധാവിയെ വധിക്കാനുള്ള ഉത്തരവുമായിട്ട് ചാരന്മാർ ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുകയാണ്. 2 ദിവസത്തിനകം അദ്ദേഹത്തിന്റെ ജീവിതം തീരുകയാണ്. അവസാനമായി ഭാര്യയെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോഴേക്കും കൊമറോസ്കി വന്നിട്ട് ലാറയെ അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹം മാത്രമേ ഇവിടെയുള്ളൂ. ഇവർ തമ്മിലുള്ളൊരു വളരെ ദീർഘമേറിയ അനേകം പേജുകൾ നീളുന്ന ഒരു സംഭാഷണം ആ നോവലിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഇദ്ദേഹം വിപ്ലവത്തിന് പറ്റിയ തെറ്റുകൾ ഏറ്റുപറയുന്നത്. ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു കുമ്പസാരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് പിറകിൽ ഇദ്ദേഹത്തെ ഒറ്റുകൊടുത്തതും ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹം എടുത്തു വളർത്തിയ ഒരു കുട്ടിയാണെന്നുള്ളതാണ്. അതാണ് വിപ്ലവം പഠിപ്പിച്ചതെന്നാണ് പറയുന്നത്. മറ്റൊരാളെ സ്നേഹിക്കരുത്, നിനക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നീ ഒറ്റുക എന്നുള്ളതാണ്. കാര്യം അവന്റെ അമ്മ ലേബർ ക്യാമ്പിലാണ്. അവിടെ അവരെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ, അവരെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പട്ടാളക്കാർ പറഞ്ഞ മറുപടി നീ ആരെങ്കിലും ഒറ്റുക എന്നുള്ളതാണ്. അവൻ ഒറ്റുന്നത് അവന്റെ നേതാവിനെയാണ്. അയാളെ വിളിത്താവളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ പരസ്പരം മനുഷ്യർ തമ്മിലുള്ള അവിശ്വാസം കൂട്ടുകയും മനുഷ്യർ തമ്മിലുള്ള സംഘർഷങ്ങൾ എത്രമാത്രം കൂട്ടുകയോ പരസ്പരം ഈ ഒരു അവിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വിപ്ലവത്തിന്റെ അവർ ഊർജ്ജ കാര്യമല്ല. സ്റ്റെർലിംഗോ പറയുന്നുണ്ട്, വി വാണ്ടഡ് ടു ക്രിയേറ്റ് പീസ് ബട്ട് വി ക്രിയേറ്റഡ് ടെറർ എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തുന്നു. എനിക്കറിയാം എന്റെ ഭാര്യ എത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നത്, ആ സ്നേഹം എന്തായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ലാറ യൂറി പറയുന്നുണ്ട്, വളരെയധികം നിങ്ങളെ സ്നേഹിച്ചിരുന്നുണ്ട്. പക്ഷെ ചോദിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. തന്റെ ഭാര്യ കുറേയധികം നാൾ താമസിച്ചിരുന്ന മനുഷ്യൻ തമ്മിലാണ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അവിടെ മാറുന്നു. നമ്മൾ ഈ പറയുന്ന പല സങ്കല്പങ്ങളും പല അവസ്ഥകളും ഒക്കെ തകിടം പറഞ്ഞ് മാറുകയാണ്. ആ പ്രണയത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങളിലേക്ക് ലാറ ആദ്യം പറയുന്നതൊക്കെ ആന്റിപ്പോവിനെ പറ്റി തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹം എന്നെങ്കിലും അയാൾ കാണാൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരോട് നിൽക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ കൊമറോസ്കി അന്ന് അദ്ദേഹം വിപ്ലവത്തിന്റെ ഏജന്റാണ്, പാർട്ടിയുടെ ഏജന്റാണ്. അത് തകർക്കുന്നു. ഒരുപാട് ഇദ്ദേഹം യൂറിയോട് പറയുന്നുണ്ട്, ഒരുപാട് കുറ്റസമ്മതങ്ങൾ കുറ്റസമ്മതം പറയുമ്പോൾ നിർബന്ധിച്ച് ഞാനത് കേൾക്കുന്നു. ഞാൻ രാഷ്ട്രത്തിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ ശിക്ഷയ്ക്ക് അർഹനാണ്. അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടാണ് ഈ ഫയറിംഗ് സ്ക്വാഡിന്റെ മുമ്പിലേക്ക് ഇവരെ വിടുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ യൂറി എഴുന്നേറ്റ് നോക്കുമ്പോൾ ചായകയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് നോക്കുമ്പോൾ അദ്ദേഹമില്ല. പുറത്തേക്ക് പോകുമ്പോഴാണ് ആ മഞ്ഞിൽ തലയ്ക്ക് വെടിവെച്ചിട്ട് ഇദ്ദേഹം മരിച്ചു കിടക്കുന്നത്. ഈ നോവൽ ഒരുപാട് മരണങ്ങൾ ഉണ്ട് എങ്കിലും എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു മരണം അത് തന്നെയാണ് എന്നുള്ളതാണ്. ക്രൂരൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കഥാപാത്രത്തിന്റെ ആ കഥാപാത്രം മാറി വന്ന ഒരു സാഹചര്യങ്ങളിൽ എത്രമാത്രം എങ്ങനെയാണ് അത് മാറുന്നത് എന്നുള്ളത് തന്നെയാണ്. ജഡ്ജ് ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല വിപ്ലവത്തിന്റെ പ്രശ്നങ്ങൾ. പിന്നീട് ഒരു പുതിയ ക്ലാസിന്റെ അത് ഗുലാം ദിലാസാണ് അതിനെപ്പറ്റി എഴുതിയത്. നോ ക്ലാസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഈ പറയുന്ന മറ്റൊരു വിധത്തിൽ വിപ്ലവം എങ്ങനെയൊക്കെയാണ് അവിടെ പറയുന്നത് എന്നുള്ളത്. ഇതിലെ ഈ 1957 സാറ് പറഞ്ഞതുപോലെ ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ വന്ന ഈ സ്ക്രിപ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹം പറയുന്ന വളരെ രസകരം, നല്ല തമാശക്കാരൻ കൂടിയായിരുന്നു. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഹിയർ ബൈ ഐ ആം ഇൻവൈറ്റിംഗ് യു to face me, see the firing squad. That means I am signing my own death warrants. ഇത് നിങ്ങൾക്ക് തരുന്നത് എന്റെ തന്നെ ഫയറിംഗ് സ്ക്വാഡിന് മുമ്പിലേക്കുള്ള കാഴ്ച കാണാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെയാണ് ഒരു എഴുത്തുകാരൻ തന്റെ കൃതി എത്രമാത്രം ലോകത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. മരണഭയം എന്നുള്ളത് അദ്ദേഹത്തിന് തീരെ ഇല്ലായിരുന്നതായിരുന്നു. റഷ്യയിൽ നിന്ന് പുറത്തു വന്നുള്ള ഒറ്റ കാരണം മാത്രമായിരുന്നു. പിന്നീട് പ്രാവചനം അദ്ദേഹം അതിനെപ്പറ്റി എഴുതുന്നുണ്ട്, എനിക്ക് റഷ്യയാണല്ല, റഷ്യയിൽ നിന്ന് വിട്ടൊരു ജീവിതം എനിക്കില്ല. ആ ഒരൊറ്റ കത്തിന്റെ പുറത്താണ് അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അല്ലെങ്കിൽ ലേബർ ക്യാമ്പുകളിലേക്കൊക്കെ പോകുമായിരുന്നു. പിന്നീട് ഈ കുടുംബബന്ധത്തിന്റെ മറ്റൊരു കാര്യം, ചോണിയ എന്ന് പറയുന്ന ബ്രവിക കുടുംബത്തിലെ ആ ഒരു അംഗം, ആ ഒരു ജീവിതം, ആ കുടുംബജീവിതം എങ്ങനെ തകരുന്നു എന്നുള്ളത്, ഈ കമ്മ്യൂണുകളുടെ വരവോടുകൂടി കുടുംബജീവിതം എങ്ങനെ തകരുന്നു എന്നുള്ളത്, ഒരു വ്യവസ്ഥയുടെ മരണം, മറ്റൊരു വ്യവസ്ഥയുടെ ഉദയം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പല തലങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ നോവലിലുണ്ട്. പ്രധാനപ്പെട്ടുള്ളത് അധികാരത്തിന്റെ ഘടന എങ്ങനെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്തൊരു പ്രഭാഷണമാണ്. അതും പറഞ്ഞതുപോലെ വളരെയധികം വിവാദമായതും സംഘർഷഭരിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ ചിത്രമാണ് തസ്ലീമ നസ്രീന്റെ ലജ്ജ എന്ന നോവലാണ്. ആ നോവലിനെ പറ്റി സംസാരിക്കാൻ, ആ നോവലിനെ പറ്റി ഒരു പുസ്തകം എഴുതിയ ശ്രീ രാജേന്ദ്രൻ പിള്ളയെ ക്ഷണിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. മതമൗലികവാദം എങ്ങനെയാണ് രാഷ്ട്രത്തെ ബാധിക്കുന്നത് എന്നുള്ളതും
ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം അത് ആപേക്ഷികമായിട്ട് മാറുന്നുണ്ട്. ഒരിടത്ത് ഭൂരിപക്ഷമായിരിക്കുന്നവർ മറ്റൊരിടത്ത് ന്യൂനപക്ഷമാകുന്നുണ്ട്. എവിടെയും ന്യൂനപക്ഷങ്ങൾ തന്നെയാണ് വേട്ടയാടുന്നത്. ചില ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുമ്പോൾ മാത്രം വലിയ പ്രശ്നം ഉണ്ടാവുകയും മറ്റു ചില ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ആരും കാണാതിരിക്കുകയും ചെയ്യുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. പ്രത്യക്ഷത്തിൽ ഈ തസ്ലീമയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഈ സ്റ്റോക്ക്ഹോമിൽ വെച്ച് ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖികമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, മതമൗലികവാദികൾക്ക് എന്റെ രക്തം വേണം, അവരാണ് എന്റെ ജീവിതം ആഗ്രഹിക്കുന്നത്, ജീവനെടുക്കാൻ ആഗ്രഹിക്കുന്നത്, എത്ര തന്നെയായാലും ഞാൻ എന്റെ എഴുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ വളരെ ലിബറലായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു രീതിയാണ്. ബംഗ്ലാദേശ് പോലെയുള്ള ഒരു സമൂഹം മുജീബുർ റഹ്മാൻ നേതൃത്വത്തിൽ രൂപീകൃതമായി പിൽക്കാലം ഒക്കെ ആയിരുന്നെങ്കിലും ബീഗം ഖാലിദാസിയുടെ ഗവൺമെന്റ് ആയിരുന്നു അക്കാലോടെ ഭരിച്ചിരുന്നത്. നമ്മൾ ഈ പറഞ്ഞ ന്യൂനപക്ഷം അത് വളരെ ശക്തമാണ് എങ്കിൽ, വളരെ കുറച്ച് ആൾക്കാർ മതിയെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാമെന്നുള്ളത് സമകാലിക സംഭവത്തിൽ നമ്മൾ വളരെയധികം കണ്ടതാണ്. എത്രമാത്രം ശക്തമാകുന്നു ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളത് എല്ലായ്പ്പോഴും ഒരേ മാനദണ്ഡങ്ങളിലൂടെ മാത്രം അളക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, കണക്കല്ല അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിനപ്പുറത്തേക്കും പല കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാൽ മതമൗലികവാദം എഴുത്തുകാരന്റെ ജീവിതത്തെയും വ്യക്തിയുടെ ജീവിതത്തെയും ഏതുതരം മൗലികവാദമായി കഴിഞ്ഞാൽ ഈ രണ്ട് നോവലുകളുടെയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് തന്നെയാണ്. ഈ ഡോക്ടർ ശിവാഗോയിൽ വിപ്ലവത്തിന്റെ കാര്യം പറയുമ്പോൾ വിപ്ലവത്തിന്റെ ആധാരമായിട്ട് പറയുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലറ്റേറിയറ്റ് എന്നാണ്. തൊഴിലാളികളുടെ സർവാധിപത്യം, മറ്റേത് മതത്തിന്റെ സർവാധിപത്യം, ഏത് സർവാധിപത്യത്തെയും എതിർക്കുക എന്നുള്ളതാണ് മാനവികവാദത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. അത് ഏത് ആദർശത്തിന്റെ പേരിലായി സർവാധിപത്യമൊന്നും പാടില്ല. കാര്യം മറ്റുള്ള ആൾക്കാർക്കും ജീവിക്കണം എന്നുള്ളത് ഇവിടെ തന്നെയാണ്. എനിക്ക് എന്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കുക, എനിക്ക് ചിന്തിക്കാൻ പോലും നിങ്ങളുടെ ഒരു അനുവാദം വേണ്ടി വരിക എന്ന് പറയുന്നിടത്താണ് അതിന്റെ ഒരു ഡീഹ്യൂമനൈസേഷൻ, അപമാനവീകരണം ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് സമയമുണ്ട്, പിന്നെ അതിനെ പറ്റിയുള്ള ചർച്ചകൾ സംവാദത്തിലേക്കൊക്കെ ആകാം. അതിലെ സംവാദത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വരാം. ഇപ്പോൾ വിജയൻ മാസ്റ്റർ കയറാട്ടിരിക്കുന്നു, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.